Hello all, I'm Dr. Vidya Vijayan. Welcome to Competitive Cracker. ഇപ്പോൾ നമ്മൾ സെറ്റ് എക്സാം കഴിഞ്ഞു അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇനി അടുത്ത സെറ്റ് എക്സാം എന്ന് പറയുന്നത് ജൂലൈയിലാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ എന്താണ്, ഒരു സ്റ്റോപ്പ് കൊടുത്തേക്കാണ്. പക്ഷേ ഒരു ലോങ് ടേം ബാച്ചിനോടൊപ്പം ജോയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമിൽ ഒരെണ്ണമെങ്കിലും അവാർഡ് വിന്നേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? അപ്പം അങ്ങനെ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള കുറച്ചധികം റൈറ്റേഴ്സിനെയാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, സോ here is a chronological list of Nobel Prize winners in literature whose primary language of writing was English. Okay, so here comes the first person, and in the year 1907 our famous writer Rudyard Kipling won the Nobel Prize for Literature. And നമുക്കറിയാം Rudyard Kiplingന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ജംഗിൾ ബുക്ക് ആണ്. And of course he wrote the poem If, and Kim is also an important work written by Rudyard Kipling. Okay, and the first English language writer to win the Nobel Prize. That's very important. Okay, Rudyard Kipling is the first English language writer to win the Nobel Prize, and in the year 1907. So അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇപ്പം തന്നെ അത് ഓർത്തോളുക. ഓക്കെ, സോ second thing, in the year 1923, who won? In the year 1923, William Butler Yeats won the Nobel Prize for Literature, and his nationality is Ireland. Okay, and he is an Irish writer, and his works include The Tower, The Second Coming, and Sailing to Byzantium. സെക്കൻഡ് കമ്മിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വില്യം ബട്ട്ലർ ഈറ്റ്സിൻ്റെ ഒരു വർക്ക് തന്നെയാണ്. നമുക്കറിയാം അതിലെ ഒരു ഫേമസ് ലൈൻ ഉണ്ട്, എന്താണ്? സെൻറ്റർ കനോട്ട് ഹോൾ ബട്ട് തിങ്സ് ഫോൾ അപ്പാർട്ട്. അതിൽ നിന്നാണ് ചിന്നു അച്ചേബി അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ട്രിലജീസ് ആയിട്ടുള്ള തിങ്സ് ഫോൾ അപ്പാർട്ട് എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത്. അപ്പം ഇതെല്ലാം നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ആക്ച്വലി വി ആർ ഫോക്കസിങ് ഓൺ ദ നൊബേൽ പ്രൈസ് വിന്നേഴ്സ്, ആൻഡ് WB Yeats won Nobel Prize in the year 1923. And he is from Ireland. Okay, അതാണ് നെക്സ്റ്റ്. അപ്പം അടുത്ത ഒരു സെറ്റ് ഓഫ് നൊബേൽ പ്രൈസ് വിന്നേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ജൂലൈയിലെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ള ഒരു എയിമാണ് നമുക്കെല്ലാം ഉള്ളത് അല്ലേ? അപ്പം കഴിഞ്ഞ എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർ വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ എന്താണ് ഡെസ്പാവുക അല്ല വേണ്ടത്. അടുത്ത സെറ്റ് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുള്ള കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനും നമുക്ക് വേണം അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു മെൻറ്ററും നിങ്ങൾക്കുണ്ടാവും. ആ ഒരു മെൻറ്റർഷിപ്പിൻ്റെ സഹായത്തോടു കൂടി 2025 ജൂലൈയിലെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9746455514. ഓക്കെ, അപ്പം അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ റൈറ്റേഴ്സ്. In the year 1930, Sinclair Lewis from United States won the Nobel Prize, and his important works include Babbitt, Main Street, and It Can't Happen Here. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹി ഈസ് ദ ഫസ്റ്റ് അമേരിക്കൻ ടു വിൻ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഹി ഈസ് ദ ഫസ്റ്റ് അമേരിക്കൻ ടു വിൻ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് റൂഡിയാർഡ് കിപ്ലിംഗ് ഈസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റൈറ്റർ ടു വിൻ ദി നൊബേൽ പ്രൈസ്. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസും അല്ലെങ്കിൽ ആ ഡിഫറെൻറ്റ് പോയിന്റ്സും വളരെ നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ദെൻ ഇൻ ദ ഇയർ 1932 John Galsworthy from United Kingdom won the Nobel Prize for Literature. അദ്ദേഹത്തിൻ്റെ ജോൺ ഗാൽസ്വർത്തി വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. സ്ട്രൈഫ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ ദ ഫോർസിത്തെ സാഗ, ജസ്റ്റിസ്, ഇതും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകൾ തന്നെയാണ്. ഓക്കെ, അങ്ങനെ 1932 വിന്നറിനെ നമ്മൾ മീറ്റ് ചെയ്തു. ഇനി 1938 പേൾ എസ് ബക്ക് won the Nobel Prize for Literature. ഏതൊക്കെ വർക്ക്സ് ആണ് പേൾ എസ് ബക്കിൻ്റെ ക്രെഡിറ്റിലുള്ളത്? ആൻഡ് ദ ആംഗ്രി വൈഫ്, ദ ടൈം ഈസ് നൂൺ,
ദ ഗുഡ് എർത്ത്. ഇതൊക്കെയാണ് പേൾ എസ്ബെക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള മോഡേണിസ്റ്റ് റൈറ്റർ T.S. Eliot അല്ലെ. T.S. Eliot എന്ന് പറയുമ്പോൾ the first work that comes to our mind is of course The Wasteland, and he won Nobel Prize in the year 1948. Okay, and his works include The Wasteland, Four Quartets, The Love Song of Junior Alfred Prufrock, and of course Murder in the Cathedral. അതും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാനുണ്ട് അല്ലേ. It is he who said Hamlet as an artistic failure അല്ലേ. അപ്പം ഇതുപോലുള്ള ഒരുപാട് വാല്യുബിൾ ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇനി in the year 1950, William Faulkner, actually he was nominated for Nobel Prize or he won the Nobel Prize in the year 1949. പക്ഷെ ആ ഇയറിൽ അല്ല അദ്ദേഹം അത് റിസീവ് ചെയ്തത്. He was received that award in the year 1950, and his important he is from United States. His important works include The Sound and the Fury, As I Lay Dying, Absalom, Absalom. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദ സൗണ്ട് ആൻഡ് ഫ്യൂരി ഈസ് ആക്ച്വലി എ ടൈറ്റിൽ ടേക്കൺ ഫ്രം മാക്ബത്ത് അല്ലെ, വില്യം ഷേക്സ്പിയർസ് മാക്ബത്ത്. ലൈഫ് ഈസ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരീസ് സിഗ്നിഫൈങ് നത്തിങ്. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് സൗണ്ട് ആൻഡ് ഫ്യൂരി എന്നുള്ള ടൈറ്റിൽ അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി 1949 ബെർട്രാൻഡ് റസൽ ആണ് എന്താണ് നൊബേൽ പ്രൈസ് വിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾ ദ അനാലിസിസ് ഓഫ് മൈൻഡ്, ദ അനാലിസിസ് ഓഫ് മാറ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. ഇനി 1954 ഏണസ്റ്റ് ഹെമിംഗ്വേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. വി കനോട്ട് ഫോർഗെറ്റ് ദ ഹീറോ അല്ലെ, സാന്റിയാഗോ and Manolin, Marlin. These are the important characters from that particular work. And Old Man and the Sea, A Farewell to Arms, For Whom the Bell Tolls. These are the important works written by Ernest Hemingway. A man can be destroyed but cannot be defeated. അല്ലേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ വർക്ക് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. അപ്പം എന്താണ്, ഒരു കാര്യം പറയുമ്പം വളരെ റെലവൻ്റ് ആയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് സ്റ്റഡി ചെയ്യണം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുന്ന പോലെയാണ്. ഇതുപോലെ ഒരുപാട് പോർഷൻസ് കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ദ ഇയർ 1962 John Steinbeck from United States won the Nobel Prize for Literature. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ ഓഫ് കോഴ്സ് ജോൺ സ്റ്റെയിൻബക്ക് എന്ന് പറയുമ്പോഴും ഞാൻ പറയല്ലോ എപ്പോഴും കുറേ വർക്ക്സുകൾ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ജോൺ സ്റ്റെയിൻബക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ദ ഗ്രേവ്സ് ഓഫ് റാത്ത്, ഓഫ് മൈസ് ആൻഡ് മെൻ, ഈസ്റ്റ് ഓഫ് ഈഡൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. ദെൻ 1969 our author Samuel Beckett from Ireland won the Nobel Prize for Literature. Of course, his important work Waiting for Godot. And who are the important characters from Waiting for Godot? Estrogen, Vladimir, Pozzo, Lucky. Actually, they are waiting for Godot. അല്ലേ, തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്നുള്ള ഒരു കാറ്റഗറിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത റൈറ്ററാണ്. അതുപോലെ തന്നെ എന്താണ് ലൈഫ് ഈസ് മീനിങ്ലെസ് അല്ലേ, അതൊക്കെ ആ തിയറിയൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു റൈറ്ററാണ് Samuel Beckett. So he won Nobel Prize in the year 1969. ഇനി നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് റൈറ്റർ എന്ന് പറയുന്നത് ആരാണ്? Patrick White from Australia. He is an Australian writer and he won Nobel Prize in the year 1973. And his important works include Was the Tree of Man. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണ്? ഹീ ഈസ് ദ ഫസ്റ്റ് ഓസ്ട്രേലിയൻ. അപ്പം നമ്മൾ ഫസ്റ്റ് അമേരിക്കൻ കണ്ടു, ഫസ്റ്റ് ഇംഗ്ലീഷ് ഓതറിനെ കണ്ടു, ആൻഡ് ദ ഫസ്റ്റ് ഓസ്ട്രേലിയൻ നൊബേൽ ലോറേറ്റ് ഇൻ ലിറ്ററേച്ചർ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ പാട്രിക് വൈറ്റ് ഫസ്റ്റ് ഓസ്ട്രേലിയൻ ടു റിസീവ് ദി നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇനി 1976 Saul Bellow, again from United States, won the Nobel Prize for Literature. അദ്ദേഹം സോൾ ബെല്ലോ, ഹെർസോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഹംബോൾട്ട്സ് ഗിഫ്റ്റ്,
ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓഗി മാർഷ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകൾ. പക്ഷെ സോൾബെല്ലോ എന്നുള്ള റൈറ്റർ പറയുമ്പോൾ തന്നെ ഞാൻ പറയുമല്ലോ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് ഹെർസോഗ്. അതുപോലെ തന്നെ അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, here comes our next hero, that is William Holding from United Kingdom. He won Nobel Prize in the year 1983. Lord of the Flies ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ എന്താണ് സെറ്റ് എക്സാമിന് ഏറ്റവും എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ തന്നെയാണ് ലോർഡ് ഓഫ് ദ ഫ്ലൈസ് അല്ലേ. നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു വർക്കാണ് ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. ദെൻ വി ഹാവ് അനദർ വർക്ക്, റൈറ്റ്സ് ഓഫ് ദി പാസേജ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പം അങ്ങനെ 1983 വരെ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം 1991 നൊബേൽ പ്രൈസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് വരുന്നവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അതായത് നദീൻ ഗോദിമർ, പ്രൈമറി ലാംഗ്വേജ് ഇൻ ദ സെൻസ് എന്താണ് മീഡിയം ഓഫ് റൈറ്റിംഗ്. സൗത്ത് ആഫ്രിക്ക എന്നുള്ള റൈറ്ററാണ് നദീൻ ഗോദിമർ. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് ബർഗേഴ്സ് ഡോട്ടർ ആൻഡ് ജൂലീസ് പീപ്പിൾ. Burger's Daughter and Julie's People. And Nadine Gordimer won Nobel Prize in the year 1991. ടോണി മോറിസൺ അഗെയിൻ ഈ റൈറ്റേഴ്സിനൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നദീൻ ഗോദിമർ, ടി.എസ്. എലിയറ്റ്, വില്യം ഗോൾഡിങ്, ടോണി മോറിസൺ. കാരണം എന്താണ്, എക്സാംസിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ് അല്ലേ. ടോണി മോറിസൺ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ആൻഡ് ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് ബിലവഡ്, സോങ് ഓഫ് സോളമൻ, The Bluest Eye. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് ബ്ലാക്ക് വുമൺ ടു വിൻ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ ടോണി മോറിസൺ എന്നുള്ള റൈറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ബിലവഡ് ആൻഡ് ദ ബ്ലൂവസ്റ്റ് ഐ ആണ്. ആൻഡ് വൺ മോർ അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് ദയർ, ഷീ ഈസ് ദ ഫസ്റ്റ് ബ്ലാക്ക് വുമൺ ടു വിൻ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഷീ ഈസ് ദ ഫസ്റ്റ് ബ്ലാക്ക് വുമൺ. അപ്പം നമ്മൾ ഫസ്റ്റ് അമേരിക്കൻ കണ്ടു, ഫസ്റ്റ് ഓസ്ട്രേലിയൻ കണ്ടു, ഫസ്റ്റ് ബ്ലാക്ക് വുമൺ റൈറ്ററിനെ കണ്ടു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫെമിനിസം ഒക്കെ ഒരുപാട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വർക്ക്സുകളാണ് ദ ബ്ലൂവസ്റ്റ് ഐ ഒക്കെ. ഇനി നമ്മുടെ നെക്സ്റ്റ് 2001 V.S. നൈപോൾ ഫ്രം യുണൈറ്റഡ് കിങ്ഡം വൺ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. V.S. നൈപോളിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണ്? ഹൗസ് ഫോർ മിസ്റ്റർ ബിശ്വാസ് ആൻഡ് ഇൻ എ ഫ്രീ സ്റ്റേറ്റ് അല്ലെ. ഹൗസ് ഫോർ മിസ്റ്റർ ബിശ്വാസ് ആൻഡ് ഇൻ എ ഫ്രീ സ്റ്റേറ്റ്. അദ്ദേഹം ഒരു മൈഗ്രന്റ് റൈറ്റർ കൂടിയാണ് അല്ലെ, V.S. നൈപോൾ. നമുക്ക് അറിയാവുന്ന ഒരു റൈറ്ററും കൂടിയാണ്. ഇൻ ദ ഇയർ 2003 J.M. Coetzee from South Africa won Nobel Prize for Literature, and his works include Disgrace and Waiting for the Barbarians അല്ലെ. പോസ്റ്റ് കൊളോണിയൽ തീം അല്ലെങ്കിൽ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് വെയിറ്റിംഗ് ഫോർ ദി ബാർബേറിയൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. ഓക്കെ, ദെൻ വി ഹാവ് ദ ഇയർ 2005. ഇൻ ദ ഇയർ 2005 ഹാരോൾഡ് പിൻറ്റർ, അഗെയിൻ തിയേറ്റർ ഓഫ് അബ്സേർഡും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ തന്നെയാണ് ഹാരോൾഡ് പിൻറ്റർ. ഹി വൺ നൊബേൽ പ്രൈസ് and his works include The Birthday Party and Homecoming. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, who is the author of Birthday Party? Definitely ആരാണ്? ഹാരോൾഡ് പിൻറ്റർ. And he won Nobel Prize for Literature in the year 2005. ഓക്കെ, അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പം ഇതെല്ലാം നമ്മൾ ഈ ഒരൊറ്റ സ്ലൈഡ് വാച്ച് ചെയ്താൽ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എല്ലാ നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെ അല്ല നമ്മൾ കവർ ചെയ്തത് അല്ലേ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഓരോ നമ്മൾ അവരുടെ മീഡിയം ഓഫ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. 2016 ബോബ് ഡിലൻ ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ? റെവല്യൂഷണറി ഇമ്പാക്ട് ഓൺ പോയറ്റിക് എക്സ്പ്രഷൻസ് ഇൻ സോങ് റൈറ്റിംഗ്. അദ്ദേഹത്തിന് ഒരു വർക്കിനെ അല്ല, ആക്ച്വലി ഒരു അവാർഡ് കമ്മിറ്റി കൺസിഡേർഡ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പോൾ അതാണ് കൺസിഡർ ചെയ്തത്. ആൻഡ് ഹി വൺ നൊബേൽ പ്രൈസ് ഇൻ ദ ഇയർ 2016. ഓക്കെ, നെക്സ്റ്റ് 2017 കസുവോ ഇഷിഗുറോ വൺ നൊബേൽ പ്രൈസ്. അദ്ദേഹത്തിൻ്റെ റിമൈൻസ് ഓഫ് ദ ഡേ
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്, ദ റിമൈൻസ് ഓഫ് ദ ഡേ. അതുപോലെ തന്നെ നെവർ ലെറ്റ് മീ ഗോ. പക്ഷെ കസുവോ ഇഷിഗുരോ എന്ന് പറയുമ്പം എപ്പോഴും കണക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു വർക്ക് എന്ന് പറയുന്നത് റിമൈൻസ് ഓഫ് ദ ഡേ ആണ്. അത് നമ്മുടെ സിലബസിൽ തന്നെ റിമൈൻസ് ഓഫ് ദ ഡേയും കസുവോ ഇഷിഗുരോ എന്നുള്ള റൈറ്റേഴ്സിനെയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. 2021 അബ്ദുൾ റസാഖ് ഗുർന ഫ്രം ടാൻസാനിയ വൺ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ ഏതൊക്കെയാണ്? പാരഡൈസ്, ബൈ ദ സീ, ആഫ്റ്റർ ലൈഫ്സ്. ഓക്കെ. Citation: he was awarded for his uncompromising and compassionate penetration of the effects of colonialism and the fate of the refugee in the gulf between cultures and continents. Okay, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അദ്ദേഹവും ഒരു പെർട്ടിക്കുലർ വർക്കിനല്ല, for his uncompromising and compassionate penetration of the effects of colonialism. കൊളോണിയലിസത്തിനെ പറ്റിയും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പിക്ചറാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളിലൂടെ എവിഡൻ്റ് ആകുന്നത്. സോ ആ ഒരു കോൺട്രിബ്യൂഷൻ ആണ് അദ്ദേഹം നൊബേൽ പ്രൈസ് വിൻ ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് ഇൻ ദ ഇയർ 2021. ആൻഡ് ഗവർണറെ പറ്റി നമ്മൾ കുറച്ചുകൂടി ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഹി വാസ് ബോൺ ഇൻ സൻസിബാർ, later relocating to United Kingdom, writes primarily in English, and his novels often explore the themes of colonialism, displacement and the experiences of refugees. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനുമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.